ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താണെന്നാണ് നിങ്ങൾ കാണാൻ പോണത്. അതിന് തൊട്ട് മുമ്പായിട്ട് അതിൻ്റെ മെറ്റീരിയൽസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്യാൻ മറക്കുന്ന ആളുകളുണ്ട് അല്ലേ. ഞാനിനി പറയുന്നില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ആർക്കും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡിസ്ലൈക്കെങ്കിലും ജസ്റ്റ് അടിച്ചോളൂ. എങ്കിലെങ്കിലും എനിക്ക് എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വർക്കിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ബണ്ണാണ് കേട്ടോ. നമ്മളുടെ ബണ്ണ് വിട്ടിട്ട് നമുക്ക് യാതൊരു കളികളും ഇല്ല കേട്ടോ. ഈ ഒരു ബണ്ണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി മനസ്സിന് സമാധാനം തരുന്ന ഒരു ഐറ്റംസ് കൂടിയാണ് കേട്ടോ, എന്നെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുള്ളൂ, എനിക്കറിയില്ല. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഓൾറെഡി ഈ ഒരു ബിസിനസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ചില ആളുകളുണ്ട് സെയിലാവണില്ല എന്ന് പറഞ്ഞിട്ട്, പക്ഷേ അത് നെഗറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കാതെ പോസിറ്റീവോട് കൂടി ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ ബണ്ണ് ഈ ഒരു രീതിയിൽ കട്ടാക്കിയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കട്ടാക്കുകയെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ബണ്ണിന് വെറും 2 രൂപ മാത്രമാണ് നിങ്ങൾക്ക് സെയിൽ ചെയ്താൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു 10 പീസ് ഇട്ടിട്ട് ഒരു 12 പീസ് ഇട്ടിട്ട് 10 രൂപ റേറ്റിലാണ് ഒരു പാക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബണ്ണ് ഈ ഒരു 2 ബണ്ണ് നിങ്ങൾക്ക് മിനിമം എത്ര രൂപക്ക് സെയിൽ ചെയ്യാന്നുള്ളത് ഈ ഒരു വർക്കിൻ്റെ ലാസ്റ്റിലോട്ട് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഞെട്ടിയിരിക്കും, അത് ഉറപ്പാണ്. കാരണം ഈ ഒരു 2 രൂപയുടെ സാധനം അത്രയും റേറ്റിന് കൊടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തന്നെ സംശയമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു റൗണ്ടിൽ കാണുന്നത് എന്താണെന്നുള്ളത് ഉണ്ടാവില്ലേ, നമ്മളുടെ ഫെൽറ്റ് ഷീറ്റാണ്. ഈ ഒരു ഫെൽറ്റ് ഷീറ്റ് എന്ന് പറയുമ്പോൾ A4 സൈസിലുള്ളതാണ്. അത് നമ്മൾ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് കട്ടാക്കി എടുത്തിട്ടാണ് ഇങ്ങനെ റൗണ്ട് ആക്കി എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ സംശയം തീർന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ കിടക്കുകയാണ്. അത് ഈ ഒരു ബണ്ണിലോട്ട് വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാവും സ്റ്റിച്ച് ചെയ്യാൻ മടിയുള്ള ആളുകളല്ലേ. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട, നിങ്ങൾക്ക് ഗ്ലോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാൻ കഴിയും. പക്ഷേ അതിലും സേഫ്റ്റി ഇതായിരിക്കും. കാരണം ഈ ഒരു ഡിസൈന് കുഞ്ഞു മക്കളാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ എന്താ പറയുക, മൈൻഡിനനുസരിച്ചായിരിക്കും അവരുടെ വസ്ത്രങ്ങളും അവരുടെ മുടി എല്ലാം. കാരണം അവർക്ക് എന്തെങ്കിലും കുറുമ്പ് ദേഷ്യമോ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ആദ്യം തുടങ്ങുന്നത് അവരുടെ തലയിൽ നിന്നായിരിക്കും അല്ലേ. തലയിൽ നിന്ന് ആ മുടിയുടെ എല്ലാം എടുത്തിട്ട് എന്താ പറയുക, എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം എൻ്റെ ഒരു മോളെ ഒരവസ്ഥയാണ്, ഒട്ടുമിക്ക ആളുകൾക്കൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. മുടിയിൽ നിന്ന് എല്ലാം ഇളക്കി എടുത്ത് എറിയലായിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എല്ലാം കൊണ്ടും നല്ലത് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ. പറയാൻ കാരണം ഇതേപോലെ തന്നെ ആയിരിക്കില്ലേ എല്ലാ മക്കളും. ഓക്കെ, അപ്പോൾ നമ്മളുടെ വർക്ക് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഒരു 3-4 തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നല്ല രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ടെന്ന് പറയാം, വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്തിരി ടാസ്ക് ആണെന്ന്, ഒരിക്കലും അല്ല കേട്ടോ. അതുപോലെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇനി മെറ്റീരിയൽസ് കയ്യിലില്ലാത്ത ആളുകൾ വിചാരിക്കണ്ടല്ലേ ഞങ്ങൾ എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അതിന് ഒരു ടെൻഷൻ അടിക്കേണ്ട. സൈഡിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് 250 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്, എത്ര ഉണ്ടാവും, എത്ര പീസ് ഉണ്ടാവും, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടി ഞാൻ വാക്കുകൊണ്ട് പറയുകയാണ്. 250 ഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർക്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. 250 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽസ് ആണ്, അല്ലാതെ നമ്മളുടെ എന്താ പറയുക ഉപ്പോ പഞ്ചസാര അങ്ങനത്തെ ഐറ്റംസ് അല്ല. ആ ഒരു രീതിയാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് അല്ലേ 250 ഗ്രാം എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളെ കാര്യമാണ് പറയുന്നത്, നിങ്ങൾക്ക് 500 രൂപക്ക് സെയിൽ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും എന്നുള്ളതാണ്. നല്ല രീതിക്ക് തന്നെ നിങ്ങൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 500 രൂപക്ക് സെയിൽ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, എനിക്ക് ഈ ഒരു കാര്യത്തിനും ഒരുപാട് കസ്റ്റമർ എത്തുന്ന ചീത്ത കേട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഒന്നും അറിയാതെ, ഇത്രയും ചെയ്ത എന്നെക്കുറിച്ച് ഒന്നും അറിയാതെ അവർ ചെയ്ത് നോക്കാതെ അവർ പറയാണ് നമുക്ക് ഇതിൽ നിന്ന് ലാഭം കിട്ടില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് അവരെന്നെ അത് തിരുത്തി പറയേണ്ടതും വന്നിട്ടുണ്ട്. കാരണം അവർക്ക് അത്രയും ലാഭം കിട്ടി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാണ്ട് തിരുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളോടും എനിക്ക് പറയാം, നിങ്ങൾ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, നമ്മൾ ഒന്ന് ചെയ്ത് നോക്കാതെ നമ്മൾ ഒന്നിനെക്കുറിച്ചും തെറ്റിദ്ധരിക്കരുത് എന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്തോളൂ. A to Z വരെയുള്ള എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. എൻ്റെ അടുത്തുനിന്ന് മെറ്റീരിയൽസ് എടുത്ത എല്ലാവർക്കും അറിയാം. ഇപ്പോൾ മെറ്റീരിയൽസ് എടുത്ത ആളുകൾ തന്നെ സ്വയം സെയിലിങ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് തന്നെ സെയിൽ ചെയ്ത് പോകുന്ന ആളുകളുണ്ട്. ഒന്നും അറിയാത്ത ആളുകളുണ്ടായിരുന്നു. സ്റ്റെപ്പ് 1 ആയിട്ട് A to Z വരെയുള്ള എങ്ങനെ പാക്കിങ് ചെയ്യണം, എങ്ങനെ അഡ്രസ്സ് കൊടുക്കണം, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരും ഇപ്പോൾ ഉയർച്ചയിലെത്തിയിട്ടുണ്ട്, മാഷാ അല്ലാഹ്.
ഓക്കെ, അപ്പോൾ നിങ്ങളോട് എനിക്കും പറയാനുള്ളത് അത് തന്നെയാണ്. ആരും തളരില്ല എന്ന ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ മുമ്പോട്ട് പോവാട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ജസ്റ്റ് ഒന്ന് ത്രെഡിൽ സൂചി കോർത്തിട്ട് ഇതുപോലെ ഒന്ന് കോർത്തെടുക്കാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഏത് പാറ്റേണും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള ബീഡ്സ് എന്ന് പറയുമ്പോൾ മോത്തി ബീഡ്സ് ആണ്. അപ്പോൾ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, മോത്തി ബീഡ്സ് എന്ന് പറയുമ്പോൾ മിക്സ്ഡ് ആയിട്ടുള്ള ബീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ്ഡ് ബീഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റംസും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മെറ്റീരിയൽസൊക്കെ കയ്യിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലൊക്കെ ഉണ്ടാവില്ലേ നമ്മളുടെ ലെറ്റർ ബീഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് ഏകദേശം ആളുകളുടെ കയ്യിലൊക്കെ ഉണ്ടാവും. ലെറ്റർ ഇല്ലായിട്ടൊക്കെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അല്ലേ. അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റംസാണ് ഈ ഒരു ഡിസൈൻ എന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ലെറ്റർ ബീഡ് ആഡ് ചെയ്യാം, അല്ലാത്ത ബീഡ്സ് ആഡ് ചെയ്യാം, ഗ്ലാസ് ബീഡ്, പേസ്റ്റൽ ബീഡ്, ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഏത് ചെയ്തെടുത്താലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ എന്നുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന അതേ ഒരു സെയിം പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ സെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏകദേശം എന്താ പറയുക, ഇത്തിരി പാടെന്ന് പറഞ്ഞ കാര്യം ഈ ഒരു സ്റ്റിച്ചിങ് ആണ്. അത് വലിയ പാടായിട്ടൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൂ ആഡ് ചെയ്തുകൊണ്ട് ചെയ്താൽ മതി. പക്ഷേ ഒന്നും കൂടി സേഫ്റ്റി കുഞ്ഞു മക്കൾ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഇതായിരിക്കും എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, എന്നിട്ട് നമ്മളൊരു 3-4 തവണ ആ ഒരു ബണ്ണും ആ ഒരു ഫെൽറ്റ് ഷീറ്റും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ എത്രത്തോളം സ്റ്റിച്ച് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് അതവിടെ നല്ല സെറ്റായിട്ട് നിന്നോളും. കുഞ്ഞു മക്കളെ കാര്യം പറയാമെന്ന് വെച്ചാൽ മിക്കവാറും അവരുടെ മുടിയിലൊക്കെ നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് എന്ത് ദേഷ്യം വരുന്നോ ആദ്യം അവരെടുക്കൽ അവരുടെ മുടിയിലുള്ള സാധനങ്ങളായിരിക്കും. അത് എടുത്തിട്ട് എറിയലായിരിക്കും, അല്ലെങ്കിൽ പിച്ച് പറിക്കലൊക്കെ ആയിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വലിച്ചാൽ പൊട്ടാതിരിക്കാനും കളഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് അതിൽ ആഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് അടുത്തതും അത് എന്താ പറയുക, ത്രെഡ് പൊട്ടിച്ചൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതിൽ തന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പും ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ വലുതാണ് ചെയ്തെടുക്കുന്നത്, പിന്നെ അതിൽ കുറഞ്ഞൊരു ചെറുതിലാണ് അടുത്തത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേ ഒരു പാറ്റേണിൽ തന്നെ നമ്മൾ ചെയ്യാം. നമുക്ക് ഏത് ബീഡ്സ് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇന്ന ബീഡ്സ് ഇന്ന ഭാഗത്ത് ഇടണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബണ്ണിൻ്റെ മെറ്റീരിയൽസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിസൈനുകൾ, ബണ്ണിൻ്റെ ഒരുപാട് മോഡലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് മോഡൽ ബണ്ണുകൾ വെച്ചിട്ട് ഇതുപോലത്തെ ഒരുപാട് ഡിസൈനുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവരായിരിക്കും നിങ്ങൾ, അതൊക്കെ ഒന്ന് എന്താ പറയുക കണ്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എന്തൊക്കെയാണ് ബണ്ണ് വെച്ചിട്ട് ചെയ്യാൻ കഴിയുക. ബണ്ണ് കട്ടാക്കി മാത്രമാണോ സെയിൽ ചെയ്യാൻ പറ്റുക, അല്ലാതെ എങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഒരു 200-ൻ്റെ ഗിറ്റ് അതിനിപ്പോഴും നമുക്ക് ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നത് 220-ൻ്റെ കിറ്റ്. ചില ആളുകൾ ഇപ്പോഴും നമ്മൾ ഓർഡർ ആക്കിക്കൊണ്ടിരിക്കുന്നത് 220, 250-ൻ്റെ കിറ്റ് ആയിരുന്നു. അത് ഓൾറെഡി നമ്മൾ കുറച്ചതാണ്. അപ്പോൾ ആ ഒരു കിറ്റ് ഏകദേശം ഇനി കുറച്ച് കിറ്റും കൂടി ബാക്കിയുണ്ട്. വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ, ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുന്നത് കൊണ്ട്. അപ്പോൾ പിന്നെ 8 വീഡിയോസ് തന്നെ വീണ്ടും വീണ്ടും ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് അറിയിക്കാത്തത്. അപ്പോൾ ആ ഒരു 220-ൻ്റെ ഒക്കെ കിറ്റ് ആർക്കെങ്കിലും വേണമെന്നുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്ന കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുത്തി കുത്തി ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് അരുതിയിൽ. ഇപ്പോൾ ഒരു 4-5 കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു നമ്മളോട് ചോദിക്കുന്നത്, ആ ഒരു ഗിറ്റത്തെ വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, ആ ഒരു ഗിറ്റ് വെച്ചിട്ട് ഉള്ള വർക്കുകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് വിട്ടുതരുമോ എന്നൊക്കെ. അപ്പോൾ അവർക്ക് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, നമ്മളെ കളിയാക്കുന്നത് പോലെയാണ്. കാരണം അങ്ങനെ തന്നെ ഞാൻ പറയാണ്, നമ്മൾ ഗിറ്റ് ആഡ് ആക്കിയിട്ടുള്ള എല്ലാ ഗിറ്റിലുള്ള വർക്കുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കിറ്റിൻ്റെ വർക്ക് എന്ന് വെച്ചാൽ ആ ഒരു പാക്കത്ത് മാത്രം എടുത്തുകൊണ്ട് ചെയ്യണമെന്ന് ഇത്ര നിർബന്ധമൊന്നുമില്ല. കാരണം ആ എല്ലാ ഐറ്റംസ് വെച്ചിട്ടും ഓരോ ഡിസൈനായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സെൻറ്റർ ക്ലിപ്പിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്, റിബണിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ ബ്രേസ്ലെറ്റിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്തിട്ടുണ്ട്, ഹെർബോ ഐറ്റംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ആ ഒരു ഗിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഗിറ്റത്തെ സാധനങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോസ് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത്തിരി ടാസ്ക്കാണ്. ഒരു 3-4 ആളുകൾക്ക് വേണ്ടിയിട്ട് അത് എനിക്ക് പരിഗണിക്കാൻ പറ്റുന്ന കാര്യമല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളുടെ വീഡിയോസ് ഓരോന്നോരോന്നായിട്ട് കാണാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ നിങ്ങൾ ഒരു 5000 രൂപക്കൊന്നും സാധനം എടുക്കുന്നില്ലല്ലോ. ഒരു 220 രൂപയുടെ സാധനത്തിന് വേണ്ടിയിട്ട് ഇത്രത്തോളം നമ്മൾ ചൂഷണം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല കേട്ടോ. അപ്പോൾ അത് വേണമെന്നുള്ള ആളുകൾ മാത്രം എടുത്താൽ മതി, വേണ്ടാത്തവരാരും എടുക്കണ്ട, സോറി. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഇത് 2 ലെയറും ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ വന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് കേട്ടോ. ഒരുപാട് ആളുകൾ
റേറ്റ് കുറക്കുമെന്ന് ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ ആ 250, നമുക്കതിൽ നിന്ന് വലിയ ലാഭമൊന്നുമില്ല, നിങ്ങൾക്കറിയാവും ഷിപ്പിംഗ് അടക്കം അതിൽ നിന്ന് നമുക്ക് പോയിട്ട് വേണം. പിന്നെ ചില ആളുകൾക്ക് സംശയമാണ് കേട്ടോ, ചില ആളുകളെടുത്ത് 40 രൂപയല്ലേ ഉള്ളൂ ഷിപ്പിംഗ് എന്നൊക്കെ. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ 40 രൂപ വരുന്ന ഷിപ്പിംഗ് എന്ന് പറയുന്നത് പോസ്റ്റ് വഴി അല്ല എന്നതാണ് കേട്ടോ. കാരണം നമ്മളുടെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ സാധാരണ വീട്ടമ്മമാരാണ്. അപ്പോൾ അവർക്ക് അവരുടെ വീട്ടിലോട്ട് എത്തുന്നതായിരിക്കും എല്ലാം കൊണ്ടും നല്ലതല്ലേ. ഇപ്പോൾ ഇത്രയും ചെയ്യുന്ന എനിക്കും എല്ലാം കൊണ്ടും നല്ലത് എൻ്റെ വീട്ടിലോട്ട് സാധനം എത്തുക എന്നുള്ളതാണ്. അവിടെ പോയി എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ടാസ്ക്കാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ പോയി എടുക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന റേറ്റും എത്രയാണെന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ കൊറിയർ ഓഫീസിൽ പോകേണ്ട റേറ്റുകൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഉൾക്കൊള്ളിക്കുക. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഇതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എത്രയെന്ന് അറിയണ്ടേ? വെറും 2 രൂപയുടെ ബണ്ണ് എത്ര രൂപ ആയിട്ടുണ്ട് എന്നുള്ളത് 25 രൂപക്ക് നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നെട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.